ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ധൃതി പിടിച്ച് പോകുമ്പം നമ്മളല്ല, ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു 1 pot ചിക്കൻ കറിയാണ് ഉണ്ടാക്കണേ. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരുടെ ഒന്നും രീതികളിലല്ല ഞങ്ങൾ ഈ ജനറേഷനിലെ ആൾക്കാർക്ക് കുക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെതായ കുറവുകളും പോരായ്മകളും കറക്ഷൻസും ഉണ്ടാവും. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പം അവസാനം നല്ല രുചി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാൻ പാടും. അപ്പോൾ ഇതിന് നമുക്ക് ആകെ ആവശ്യമുള്ളത് ചിക്കൻ്റെ കൂടെ കുറച്ച് സവാള, ഇത് എന്തെന്ന് പറഞ്ഞാൽ ഗാർലിക്, പച്ചമുളക്, വേപ്പില, കുറച്ച് ടൊമാറ്റോ ആൻഡ് ഇതൊക്കെ നമ്മൾ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്യും. ആക്ച്വലി ഇഞ്ചിയും വേണം, പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള ജിഞ്ചർ പേസ്റ്റാണ്. ജിഞ്ചർ പേസ്റ്റ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് അത്ര അങ്ങോട്ട്, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, അത് ശരിയാവില്ല. പക്ഷെ എനിക്ക് എൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമാവാത്തത് കൊണ്ട് ഞാനൊരു ഇച്ചിരി ജിഞ്ചർ പേസ്റ്റ് ഇടുന്നുണ്ട്. അതല്ലാതെ നല്ല ഇഞ്ചി അരിഞ്ഞിടാനാണെങ്കിൽ സൂപ്പറായിരിക്കും. സോ ലെറ്റ് us ഗോ ടു അവർ ഞെവടൽ. ആൻഡ് ഇതിനകത്തൊരു സാധനമുണ്ട്, അതിൻ്റെ ടേസ്റ്റാണ് അടിപൊളിയായിട്ട് അവസാനം വരാൻ പോകുന്നത്. മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വായോ. അപ്പോൾ ഇതിന് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് സ്പേസിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഞാനും കുക്കൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചിക്കൻ്റെ ആവശ്യമില്ല. എന്നാലും കുറച്ച് ഏകദേശം ഒരു 1/2 കിലോ പോലെ പരിപാടി, 1/2 കിലോയിൽ കൂടുതലുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഒന്നൊന്നായിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ സാധനങ്ങളിടാം. ഓക്കെ, സവാളയൊക്കെ കുറേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മധുരം പോലത്തെ ഒരു സീൻ വരും. പച്ചമുളക്, ഓക്കെ. അപ്പം ഇതിന് വീട്ടിലമ്മ പറയാറുണ്ട്, ഈ മുളക് പൊടിയിൽ കാശ്മീരി ചില്ലിയും മറ്റേ സാധാരണ മുളക് പൊടിയും നമുക്കറിയാലോ, ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടിടണ്ട. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി, മല്ലിപ്പൊടി ഒരുപാട് ആവണമെന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്ക് പറയാത്തത്, ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് എൻ്റെ കണക്കാണ് അറിയുള്ളൂ. കുറച്ച് ചിക്കൻ മസാല, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ, ഗരം മസാലയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പെപ്പർ. ഓക്കെ, ഇതൊക്കെ ഇനി പെപ്പറും ബാക്കി സാധനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാവും, കാരണം നല്ല എരിവായി പോവും. പക്ഷെ എനിക്കിഷ്ടമാണ് എന്നാലും. പിന്നെ ഇനി കൈ നന്നായിട്ടൊക്കെ വൃത്തിയാക്കി കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ തക്കാളി ആഡ് ചെയ്യും. ഞാൻ ഇതിൻ്റെ കൂടെ ഒരുപാടങ്ങ് ഇതായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി ആദ്യമേ തന്നെ ആഡ് ചെയ്യാത്തത്. എന്നുവെച്ചാൽ ഒരു പ്ലാൻ ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഇതേ സംഭവം നമ്മൾ കുക്കറിലിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അടിപൊളിയായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ, ഈ ചെയ്യുന്ന ചട്ടിയിൽ തന്നെ ഇടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗ്രേവി ഒരു ഇച്ചിരി വിഷയമായിരിക്കും. നോക്കാം നമുക്ക്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇതിനകത്ത് മെയിനായിട്ട് ഇടേണ്ട ഒരു സാധനം അഭിരാമി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് ഇടാം. ഉപ്പ് ഞാൻ ആക്ച്വലി ഇട്ട് വന്നപ്പോൾ മറന്നുപോയതാണ്. നമുക്ക് ഉപ്പിടാം. എന്നിട്ട് അവസാനം തക്കാളിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഉപ്പെടുത്തിട്ട് ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യണത്, ഹിമാലയൻ പിങ്ക് സോൾട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഇച്ചിരി കോണം, ഞാൻ ബ്രാൻഡ് കാണിക്കുന്നില്ല, ഇച്ചിരി ജിഞ്ചർ പേസ്റ്റ്. പക്ഷെ ജിഞ്ചറും കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡാണ്. ഇനി നമ്മൾ ആ തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ഇടുക. തക്കാളി ഒരുപാട് ഇടണമെന്നില്ല, കാരണം ചെറിയൊരു പുളി. ഞാൻ സാധാരണ വിനീഗറാണ് ആഡ് ചെയ്യാറ്. ഇന്ന് ഞാൻ ചുമ്മാ തക്കാളി ഇട്ട് നോക്കിയത്, ഒന്നിലൊരു ചിക്കൻ കറി അല്ലേ, അതിനോട് പാവം തോന്നിയിട്ട് ചെയ്തതാണ്. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വയ്ക്കാം. ഓക്കെ, മേ ബി ഒരു 5 to 10 minutes, that's enough. ആ ഗ്യാപ്പിന് നമ്മുടെ ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമെന്നുള്ളതാണ് സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെക്കുന്നതിനൊരു സർട്ടൻ രീതി അങ്ങനെയൊന്നും ഇല്ല. എന്ത് കറികളും ഇപ്പം ഞാൻ ചില വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ചിലർ വന്ന് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതിങ്ങനെയല്ല വെക്കേണ്ടത്, ഇതിൽ ഇങ്ങനെ ചെയ്യണ്ടേ. അങ്ങനെ റൂൾസ് ആക്ച്വലി കറികൾക്കില്ല. അതായത് ഇപ്പം നമ്മളൊരു സാമ്പാർ വെക്കുകയാണെങ്കിൽ സാമ്പാർ വെക്കുന്നത് എത്ര സ്ഥലങ്ങളിൽ എത്ര രീതികളുണ്ട്. അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതികളിലായിരിക്കും ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും പലരുടെയും വീഡിയോസിൽ, ഞാൻ എൻ്റെ മാത്രമല്ല പലരുടെയും വീഡിയോസിൽ പലരും കണ്ടിട്ട് ഇതിലിത് ചെയ്യണം. ഇപ്പം ഞാൻ എപ്പോഴും ഒരു വട്ടം അങ്കമാലി, സർലാസ് ഏതൊരു വീഡിയോൻ്റെ കൂടെ ഇടുന്ന സമയത്ത് അതിനകത്ത് ഞങ്ങളിങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ഒരു ആഡ് ഓൺ അതിനകത്ത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലിപ്പം നമ്മളൊരു രീതികളെയും ആരെയും ഒന്നിനെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇപ്പം ഇതാണെങ്കിലും ഇതിന് വേറൊരു വേ ഓഫ് മേക്കിംഗ് ഇട്ട് ഉണ്ടാവാം.
അതെനിക്ക് പറഞ്ഞു തന്നാലും ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അല്ലാതെ എനിക്ക് എപ്പോഴും എന്താണെന്നറിയില്ല, ഈ ഒരുപാട് ക്രിറ്റിസിസംസ് എടുത്തെടുത്ത് വേറെ എന്ന് വെച്ചാൽ ജെന്യുവൻ ക്രിറ്റിസിസംസ് അല്ലാത്ത നമ്മളെ ഇഷ്ടമല്ലാത്ത കൊണ്ടിങ്ങനെ കുറേ പറഞ്ഞ് കേട്ട് നമുക്കിപ്പോൾ എന്ത് പറയുമ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര ഡിഫെൻസ് മോഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തിട്ട് പറഞ്ഞു. അപ്പം നമുക്കത് കുറച്ചേരം ഇങ്ങനെ വെക്കാം. മീൻമേൽ എനിക്കിവിടെ കുറച്ച് കുഞ്ഞു പണിയുണ്ട്, അതൊന്ന് തീർത്ത് നമുക്ക് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൂടെ ഇപ്പോഴും ആഡ് ചെയ്യാം, പിന്നെ അവസാനവും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിലുള്ളത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനത്തെ പരിപാടിയല്ല. നമ്മൾ ഈ പാക്കറ്റ് സംഭവം പറഞ്ഞില്ല, എനിക്കിവിടെ ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അത് പിഴിഞ്ഞൊന്നും നടക്കില്ല. നമ്മളൊക്കെ ഈ ജനറേഷനിലെ ആൾക്കാർ കുറച്ചുകൂടെ സ്മാർട്ട് വർക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. എൻ്റെ കയ്യിലുള്ളത് മറ്റേ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു മിൽക്ക്, കോക്കനട്ട് മിൽക്കിൻ്റെ ഇതാണ്, അത് ടെട്രാ പാക്ക്. അപ്പോൾ അത് വെച്ചിട്ടും അടിപൊളിയാണ് രുചി. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. മീൻവെൽ ഞാൻ കുറച്ച് കാര്യം ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അത് ഇരുന്നു, എൻ്റെ കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് നമ്മുടെ കറിയുടെ ബാക്കി ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് അങ്ങ് ലോ ഫ്ലെയിമിൽ പയ്യെ കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം, എന്ന് വെച്ചാൽ ഒരുപാട് വേണ്ട. കാരണം നമ്മൾ അതിനകത്ത് ഓൾറെഡി ചിക്കൻ്റെ ഒരു വെള്ളം ഇറങ്ങലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ വായോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇത് ഡാബറിൻ്റെ ആണ്. മാഗിയുടെ ഒക്കെ ഉണ്ട്, എല്ലാം നല്ലതാണ്. എനിക്ക് കിട്ടിയത് ഡാബറാണ് ഇൻസ്റ്റമാർട്ടിൽ. അപ്പോൾ ഒരു പൊട്ടിക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് കറി അവസാനം ആകുമ്പോഴത്തേക്കും ചെയ്യാം. ഓക്കെ, നമുക്ക് കത്തിക്കാം. ആക്ച്വലി നമ്മുടെ വീട്ടിലുള്ള അത്ര സാധനങ്ങളും കാര്യങ്ങളും ഇവിടെ ഇല്ലാത്തതിൻ്റെതായ ഒരുപാട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്പൂൺ വെച്ചിന് കൈയിട്ടാൽ കൈവെള്ളും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ലെറ്റ് us cook it. ഓക്കെ, സത്യം പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ഒരുപാട് എണ്ണ വരുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് കൈ മാത്രം വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും. പിന്നെ വെരി ഈസി ടു മേക്ക് ആൻഡ് ട്രസ്റ്റ് മീ ഭയങ്കര ടേസ്റ്റാണ്. ഇത് പല സ്ഥലങ്ങളിലും പല രീതികളിലും പലരും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഐ തിങ്ക് നമ്മൾ ഏകദേശം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റേ വീട്ടിലെ കറികൾ ചെയ്യുമ്പോൾ 1-ാം പാൽ ഒഴിക്കുക, 2-ാം പാൽ അങ്ങനെ നമുക്കൊരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാൽ കുറച്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയും വെച്ച് ചെയ്യും. അപ്പം വേറെ വലിയ വിഷയമൊന്നും ഗ്രേവിയിൽ വരില്ല. ചില സമയത്ത് ഇതിങ്ങനെ പിരിപിരാന്ന് ആവാറുണ്ട്, പക്ഷേ അങ്ങനെ ആവില്ല. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ആഡ് സം തേങ്ങാപ്പാൽ. ഓക്കെ, നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾക്കും എൻ്റെ കേസിൽ നിങ്ങൾ അളവ് പ്രതീക്ഷിക്കരുത്. കാരണം ഞാനൊരു അളവോളിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യണം. നമുക്കിനി ഇത് എനിക്ക് ആക്ച്വലി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് വിനേഗർ, അതായത് നമ്മൾ ഈ മാങ്ങാ കറിയൊക്കെ ഉണ്ടാക്കണ സെയിം തിയറിയാണ് ഇതിനും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം തന്നെ സീനാണ്. മൂട് ഞാൻ തന്നെ മൂടെന്ന് പറയുന്നതല്ല, എന്നാലും മൂടാണ്. നമുക്ക് കുറച്ചു നേരം കൂടെ ഇത് വെക്കാം കേട്ടോ, അതൊക്കെ സെറ്റാവും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാം. നല്ല കുറുകി കേട്ടോ, നല്ല കുറുകിയ നല്ല വൈബ് സാധനം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എന്നെപ്പോലെ തന്നെ സൂപ്പറായിട്ട്. അപ്പം ഇതിനകത്തേക്ക് ആക്ച്വലി ചിലർ നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. ഓക്കെ, ഞാൻ സാധനം എടുക്കാൻ പോയതാ. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇനി എനിക്ക് ആഡ് ചെയ്യാനുള്ള, ഞാൻ പാത്രത്തിലൊന്നും വെച്ച് അങ്ങനെ എസ്തറ്റിക് ആയിട്ട് കാണിക്കുന്നില്ല. മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഗാർലിക്കും വെച്ച് ഗാർണിഷ് ചെയ്യുക. അപ്പം എങ്ങനെ ഇരിക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ മല്ലിയിലയും എനിക്ക് ഗാർലിക് ഓൾ ടുഗദർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗാർലിക്ക് എനിക്ക് പറ്റുന്നിടത്തൊക്കെ കുത്തിക്കയറ്റും. പക്ഷെ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ അവസ്ഥ. പിന്നെ ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം, ബാക്കി ഉച്ചക്കത്തേക്ക് വെക്കാമല്ലോ.
ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി നല്ല രസമുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഗ്രേവിയുടെ നീട്ടം നിങ്ങളുടെ ഒരു എത്ര പേരുണ്ടെന്നനുസരിച്ച് അതുപോലെ ഒഴിക്കാം കേട്ടോ തേങ്ങാപ്പാലൊക്കെ. അപ്പോൾ നമുക്ക് ചൂടോടെ ഒരു കഷ്ണം കഴിച്ചു നോക്കാം. അപ്പോൾ പണ്ടേ ചെറുപ്പത്തിൽ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കറിക്കൊതിച്ചാണ് കേട്ടോ. ടേസ്റ്റ് വെക്കാം ഫസ്റ്റ്. ഭയങ്കര രുചിയാണ്. ഞാൻ പറയാം താളിച്ച് എൻ്റെ രുചി കളയുന്നതാണ്. എനിക്കിങ്ങനെ ഇഷ്ടം. ഓ എന്ത് രുചിയാണ്. കുക്കൂനെ കഴിപ്പിക്കും കേട്ടോ. ഞാൻ തന്നെ പോകുന്നൊരു ഇതാവരല്ലോ. രുചിയോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അതായത് ഞാൻ കഴിയില്ല, ഞാൻ വയലിടുന്നുണ്ട്. അപ്പം പണ്ട് ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കറിക്കൊതിച്ചു. അത് അന്നുമാണ് ഇന്നുമാണ്. അപ്പം അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അതായത് മീൻ പുറത്തൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കണ്ട. പക്ഷേ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ സൈഡിൽ പോയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചേക്കും. അപ്പം അമ്മ പറയും ഇത് പ്ലേറ്റ് ടേബിളിലേക്ക് വരാനുള്ള സാധനമല്ലേ, അവിടെ പോയി ഇരിക്കാൻ പറയും. എന്നിട്ട് അമ്മ നൈസിന് മാറുന്ന ഗ്യാപ്പിന് ഞാൻ അവിടെ നിർത്തി കഴിക്കും. അത് ഇപ്പോഴും എപ്പോഴും ഉള്ള സാധനമാണ്. എനിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കറി വെക്കുന്നതിന് കട്ട് തിന്നാൻ, അമ്മയുടെ എസ്പെഷ്യലി കട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കണം. പക്ഷേ വിത്ത് ഗോഡ്സ് ഗ്രേസ് അമ്മയുടെ എന്തോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതുവരെ അങ്ങനെ പാടിയിട്ടില്ല, അങ്ങനെ പാടാറുമില്ല. പാടാറൊക്കെ ഉണ്ട്, പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നവ ഡേയ്സ് ഐ തിങ്ക് ഐ എം സ്റ്റാർട്ടിങ് ടു ഡു റിയലി ഗുഡ് ആൻഡ് ഐ എം ഗ്ലാഡ്. അപ്പം എന്തായാലും നമ്മുടെ ഈ 1 pot നാടൻ കേരള ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി നിങ്ങളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. സ്പെഷ്യലി ഒരു ബാച്ചിലർ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ധൃതി പോകുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് കുളിച്ച് റെഡി ആയി വരുമ്പോഴത്തേക്കും കറി റെഡി, ആ സീനൊക്കെ ഇല്ല. അതിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുക്കൊന്ന് കഴിച്ചു നോക്കിയൊന്ന് പറഞ്ഞ് പഠിപ്പിച്ച പോലെ പറയണം. കഴിച്ചോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എക്സ്പ്രഷൻ എന്ത് കാണിച്ചാലും ഞാൻ ഉടായ്പ കാണിക്കാന്ന് പറയും. ഞാൻ സ്ഥിരം കഴിക്കുന്ന വെച്ച എന്ത് പറയാനാ. നന്നായിട്ടുണ്ട്, അടിപൊളി. പേടിച്ച് പറയുന്നതാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, പക്ഷെ അല്ല, ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. കാണുന്നുണ്ടോ? ഓക്കെ. അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ബൈ ബൈ.